ട്രംപ് ഭരണകാലത്ത് പ്രഖ്യാപിക്കപ്പെട്ട നികുതി നയങ്ങളും വ്യാപാര സമീപനങ്ങളും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്കയിലായിരുന്നു ആഗോള വിപണികളും സാമ്പത്തിക വിദഗ്ധരുമെല്ലാം. പ്രത്യേകിച്ച് US സ്വീകരിച്ച നികുതി നടപടികൾ ഇന്ത്യയുടെ കയറ്റുമതിയെയും നിക്ഷേപ പ്രവാഹങ്ങളെയും മന്ദഗതിയിലാക്കുമെന്ന വിലയിരുത്തലുകളാണ് ഒരു കാലത്ത് ശക്തമായിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ ആശങ്കകൾക്ക് വലിയ അടിസ്ഥാനമില്ലെന്ന് ലോകം തിരിച്ചറിയുന്ന ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. US നയനീക്കങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച പിന്നോട്ട് പോയിട്ടില്ല എന്നതാണ് പുതിയ യാഥാർത്ഥ്യം. ഇന്ത്യയുടെ വളർച്ച പ്രതീക്ഷിച്ചതിലും ശക്തമാണെന്ന് അന്താരാഷ്ട്ര നാണയനിധി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഏറ്റവും പുതിയ വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് അപ്ഡേറ്റിൽ ഇന്ത്യയെക്കുറിച്ചുള്ള വളർച്ചാ പ്രവചനത്തിൽ IMF ഗണ്യമായ പരിഷ്കാരമാണ് വരുത്തിയിരിക്കുന്നത്. 2025 ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് 0.7% പോയിന്റ് ഉയർത്തി 7.3% IMF പുതുക്കി നിശ്ചയിച്ചത്. വളർച്ചാ പ്രവചനം ഉയർത്തിയെന്നത് മാത്രമല്ല, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ പ്രതീക്ഷിച്ചതിലും മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചിരിക്കുന്നതെന്നും IMF വിലയിരുത്തുന്നു. റിപ്പോർട്ട് അനുസരിച്ച് മൂന്നാം പാദത്തിൽ ഇന്ത്യ പ്രതീക്ഷകളെ മറികടന്ന പ്രകടനം കാഴ്ചവെച്ചു. നാലാം പാദത്തിലും ഈ ശക്തമായ വളർച്ചാ ട്രെൻഡ് തുടരുമെന്ന പ്രതീക്ഷയും IMF മുന്നോട്ട് വെക്കുന്നു. ഇത് ഇന്ത്യയുടെ ആഭ്യന്തര ആവശ്യകതയും നിക്ഷേപ പ്രവർത്തനങ്ങളും എത്രമാത്രം സ്ഥിരത പുലർത്തുന്നു എന്നതിന്റെ തെളിവായാണ് വിലയിരുത്തപ്പെടുന്നത്. IMFന്റെ പുതിയ പ്രവചനം ഇന്ത്യയെ ആഗോളതലത്തിൽ കൂടുതൽ ശ്രദ്ധാകേന്ദ്രമാക്കും. പ്രത്യേകിച്ച് US നികുതികൾ ഇന്ത്യയെ കാര്യമായി ബാധിക്കുമോ എന്ന ആശങ്കകൾ ഈ റിപ്പോർട്ടോടെ വലിയ തോതിൽ ലഘൂകരിക്കപ്പെടുകയാണ്. ഇതിന്റെ ഫലമായി അടുത്ത കാലയളവിൽ വിദേശ നിക്ഷേപകർ വീണ്ടും ഇന്ത്യൻ വിപണിയിലേക്ക് ശക്തമായി തിരിച്ചെത്താനുള്ള സാധ്യത കൂടുതലാണെന്നും നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നെന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം ഇതോടെ കൂടുതൽ ഉറപ്പിക്കപ്പെടുകയാണ്. അതേസമയം IMF മുന്നറിയിപ്പും നൽകുന്നുണ്ട്. 2025 ഇന്ത്യ 7.3% വളർച്ച കൈവരിക്കുമെങ്കിലും അടുത്ത 2 വർഷങ്ങളായ 2026-2027 കാലയളവിൽ വളർച്ചാ നിരക്ക് ഏകദേശം 6.4% കുറയാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ഇത് ഘടനാപരമായ ദൗർബല്യങ്ങൾ മൂലമല്ല, മറിച്ച് ചാക്രികവും താൽക്കാലികവുമായ ഘടകങ്ങളാണ് ഈ ചെറിയ കുറവിന് കാരണമെന്നാണ് IMF വ്യക്തമാക്കുന്നത്. 2026-2027 വർഷങ്ങളിൽ വളർച്ചയിൽ നേരിയ കുറവ് പ്രതീക്ഷിക്കുമ്പോഴും വികസ്വര രാജ്യങ്ങൾക്കിടയിൽ ഏറ്റവും ശക്തമായ സമ്പദ് വ്യവസ്ഥകളിലൊന്നായി ഇന്ത്യ തുടരുമെന്ന് IMF ഉറപ്പിക്കുന്നു. വ്യാപാര സംഘർഷങ്ങൾ ലഘൂകരിക്കപ്പെടുന്നത്, ആഗോളതലത്തിൽ അനുകൂലമായ സാമ്പത്തിക സാഹചര്യങ്ങൾ രൂപപ്പെടുന്നത്, സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട നിക്ഷേപങ്ങളിൽ ഉണ്ടാകുന്ന കുതിച്ചുചാട്ടം, പ്രത്യേകിച്ച് കൃത്രിമ ബുദ്ധി മേഖലയിൽ ഉയരുന്ന അവസരങ്ങൾ എന്നിവ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് കൂടുതൽ കരുത്തു പകരുന്ന ഘടകങ്ങളായി IMF ചൂണ്ടിക്കാണിക്കുന്നു. പണപ്പെരുപ്പവുമായി ബന്ധപ്പെട്ട പ്രവണതകളും ഇന്ത്യക്ക് അനുകൂലമായ ദിശയിലാണെന്ന് റിപ്പോർട്ട് പറയുന്നു. ഇന്ത്യയിലെ പണപ്പെരുപ്പം ക്രമേണ കേന്ദ്ര ബാങ്കിന്റെ ലക്ഷ്യനിരക്കിലേക്ക് അടുക്കുകയാണെന്നും ഇത് സമ്പദ് വ്യവസ്ഥയ്ക്ക് കൂടുതൽ സ്ഥിരത നൽകുമെന്നും IMF വിലയിരുത്തുന്നു. ആഗോള സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ 2026 ലോക സാമ്പത്തിക വളർച്ച 3.3% തുടരുമെന്നാണ് IMFന്റെ പുതിയ അപ്ഡേറ്റ് സൂചിപ്പിക്കുന്നത്. ആഗോള വളർച്ച മോശമല്ലാത്ത രീതിയിൽ മുന്നേറുന്നുണ്ടെങ്കിലും ഏഷ്യൻ മേഖലയിൽ ശക്തമായ നിലയിൽ തുടരുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട നിക്ഷേപങ്ങളിൽ നിന്നുള്ള നേട്ടങ്ങളും വ്യാപാര പ്രവർത്തനങ്ങളിലെ വളർച്ചയും ഏഷ്യൻ സമ്പദ് വ്യവസ്ഥകൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യക്ക് പ്രധാന പിന്തുണയായി തുടരുന്നുവെന്നും IMF കൂട്ടിച്ചേർക്കുന്നു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിലൊന്നാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ. കൃഷി, വ്യവസായം, സേവന മേഖല എന്നീ 3 പ്രധാന മേഖലകളുടെ സംയോജനമാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ. ജനസംഖ്യയുടെ വലിപ്പം, വൈവിധ്യമാർന്ന പ്രകൃതി സമ്പത്ത്, സാങ്കേതിക പുരോഗതി, മനുഷ്യ വിഭവശേഷി എന്നിവ ഇന്ത്യയെ ആഗോളതലത്തിൽ ഒരു പ്രധാന സാമ്പത്തിക ശക്തിയാക്കി മാറ്റിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വളർച്ചയും പരിവർത്തനവും ഒരുമിച്ച് അനുഭവിക്കുന്ന ഘട്ടത്തിലാണ്. ശരിയായ നയങ്ങൾ, സാങ്കേതിക നവീകരണം, സാമൂഹിക ഉൾക്കൊള്ളൽ എന്നിവയിലൂടെ ഇന്ത്യക്ക് ഭാവിയിൽ കൂടുതൽ ശക്തമായ ഒരു ആഗോള സാമ്പത്തിക ശക്തിയായി മാറാൻ കഴിയും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.